ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഏതാനും ദിവസമായി തുടരുന്ന ശക്തമായ മഴയ്ക്ക് ഇന്നു മുതൽ കുറവുണ്ടാകുമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ് വെതർ. ചില പ്രദേശങ്ങളിൽ ഇന്നും മഴ ലഭിക്കുമെങ്കിലും ഇന്നലത്തെ പോലെ വ്യാപകമായ മഴയുണ്ടാകില്ല. ശ്രീലങ്കയ്ക്ക് സമീപം രൂപപ്പെട്ട ചക്രവാതച്ചുഴിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടുത്തിയത്. ഈ ചക്രവാതച്ചുഴി കന്യാകുമാരി കടൽ വഴി അറബിക്കടലിലേക്ക് നീങ്ങുമെന്നാണ് മെറ്റ് വെതർ അറിയിക്കുന്നത്. ചക്രവാതച്ചുഴി ഇന്നു മുതൽ പടിഞ്ഞാറോട്ട് കൂടുതൽ വേഗത്തിൽ സഞ്ചരിച്ചു തുടങ്ങും. ഇതോടെ ബംഗാൾ ഉൾക്കടലിൽ നിന്നു വരുന്ന ഈർപ്പമുള്ള കാറ്റ് തമിഴ്നാട്, കേരളം സംസ്ഥാനങ്ങളുടെ മുകളിലേക്കെത്തുന്നതിനു കുറവുണ്ടാകും. കേരളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴയും വെള്ളക്കെട്ടും മലവെള്ളപ്പാച്ചിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ തീരദേശം കേന്ദ്രീകരിച്ച് മഴ പെയ്യുമെന്നായിരുന്നു മെറ്റ് വെതർ പ്രവചിച്ചിരുന്നത്. ഇതുപ്രകാരം ഇന്നലെ ഉച്ചയോടെ മലപ്പുറത്തെ തിരൂർ ഉൾപ്പെടെയുള്ള തീരദേശ പ്രദേശങ്ങളിൽ മഴ തുടങ്ങി. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ തീരദേശത്തും ഇടനാട്ടിലും ഇന്നലെ ഉച്ചയോടെ മഴ തുടങ്ങിയിരുന്നു. ഉച്ചയ്ക്കുശേഷം കോഴിക്കോട് നഗരം ഉൾപ്പെടെ ശക്തമായ മഴ ലഭിക്കുകയും നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്തു. വടക്കൻ കേരളത്തിലാണ് ഇന്നലെ ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്തത്. കിഴക്കൻ മേഖലകളേക്കാൾ ഇടനാട്ടിലും തീരദേശത്തും മഴ കനത്തു. ചക്രവാതച്ചുഴി അല്പം പടിഞ്ഞാറോട്ട് നീങ്ങിയതാണ് മഴ തീരദേശത്തേക്ക് കേന്ദ്രീകരിക്കാൻ കാരണമായതെന്ന് മെറ്റ് വെതർ പറയുന്നു. ചക്രവാതച്ചുഴി ഇനിയും പടിഞ്ഞാറോട്ട് നീങ്ങുന്നതിനാൽ മഴ കടലിൽ കേന്ദ്രീകരിക്കാനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സാധ്യത. കരയിൽ മഴ കുറയുമെങ്കിലും കടലിൽ മഴ ശക്തമാകും. ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റും ഇടിമിന്നലുമുണ്ടാകും. അതിനാൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പ്രത്യേക മുന്നറിയിപ്പില്ലെങ്കിലും പെട്ടെന്നുള്ള ശക്തമായ മഴയും കാറ്റും കരുതണമെന്നും മെറ്റ് വെതർ അറിയിച്ചു. തെക്കൻ കേരള തീരത്താണ് ഇത്തരം മഴ സാധ്യതയുള്ളത്. മഴ കുറഞ്ഞു തുടങ്ങുന്ന സാഹചര്യത്തിൽ നാളെ മുതൽ കേരളത്തിൽ തണുപ്പ് വർദ്ധിച്ചു തുടങ്ങാൻ സാധ്യതയുണ്ടെന്നും മെറ്റ് വെതർ അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.